പക്ഷേ അപ്പോൾ നമ്മൾ ഫ്രാൻസിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. പക്ഷേ ഇന്നത്തെ കിക്ക് ഓഫ്, അത് പ്രീ ക്വാർട്ടറിന്റെ കിക്ക് ഓഫ് തുടങ്ങുന്നത് മൊറോക്കോ പോരാട്ടത്തോടു കൂടി. കഴിഞ്ഞ 2022 ലോകകപ്പില് മൊറോക്കോ അവരുടെ ഒരു ഭാഗം ലോകകപ്പിൽ അടയാളപ്പെടുത്തിയ ശേഷമാണ് മടങ്ങുന്നത്. അന്ന് സെമിയിൽ ഫ്രാൻസിനോട് തോറ്റവർ പുറത്തായി. വീണ്ടും അതൊരു വണ്ടർ അല്ലെന്ന് അവർ ഇത്തവണ തെളിയിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പിൽ ബ്രസീലിനൊപ്പം ഉള്ള ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ അവർ നോക്കൌട്ടിലെത്തി. നോക്കൌട്ടിലും ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് അവരിപ്പോൾ റൗണ്ട് ഓഫ് 16 എത്തി നിൽക്കുകയാണ്. ശക്തരായ ടീം തന്നെയാണ് മൊറോക്കോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഹക്കീമ അടക്കമുള്ള താരങ്ങൾ ഇസ്മായിൽ സായിബാരി അടക്കമുള്ള 3 ഗോൾ സായിബാരി നേടിയിട്ടുണ്ട്. അപ്പോൾ സായിബാരി ഈ ലോകകപ്പിലെ ഒരു വണ്ടറായി മാറിയിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു താരമായിരുന്നു. പെട്ടെന്ന് തന്നെ കയറി വന്ന് ബയൺ മ്യൂണിക്കിലേക്ക് പോവുകയാണ്. ബയൺ മ്യൂണിക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതാണ് ഈ ലോകകപ്പിലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയോ. അപ്പൊ തന്നെ വമ്പൻ ക്ലബ്ബുകൾ തേടി വരും എന്നതിന്റെ വലിയൊരു ഉദാഹരണമായി. ലോകകപ്പിലെ പ്രകടനം കൊണ്ട് പല താരങ്ങളുടെയും കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് ക്ലബ് തലത്തിൽ. അപ്പൊ അത്തരത്തിലൊരു ഉദയമാണ് ഇപ്പോൾ സായിബാരിയുടെ കരുതലുണ്ട്. കാനഡ അവരുടെ നാട്ടിൽ നടക്കുന്ന ലോകകപ്പാണ്. അതിൽ അവർ ആദ്യമായിട്ട് നോക്കൌട്ടിലെത്തി. വീണ്ടും ആദ്യമായിട്ട് പ്രീ ക്വാർട്ടറിൽ അവരൊരു ഇത് പക്ഷേ എടുത്തു പറയേണ്ട അവർ പ്രതിരോധത്തെക്കുറിച്ചാണ്. ഗോൾ വഴങ്ങാൻ പിശുക്കുള്ള ടീമാണ്. ആദ്യ മത്സരത്തിൽ അവർ നല്ല രീതിയിൽ ഓരോ വിജയം ജയം സമനില നിലയിൽ അവർ തുടങ്ങിയത്. പക്ഷേ ഗോൾ വഴങ്ങാൻ അവർക്കുള്ള വിമുഖതയുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് അവർ എതിർ ടീം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. രണ്ട് ടീമും ഡിഫൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ടീമുകളുടെ പോരാട്ടം. അപ്പൊ അക്ഷയ്, നമുക്ക് ഇനി നേരെ ഈ രണ്ട് ടീമുകളുടെ പ്രകടനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യം മൊറോക്കോയെ കുറിച്ചാണ്. മൊറോക്കോ എങ്ങനെയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ അവരുടെ പ്രകടനം എന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്കുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ ബ്രസീലിനോട് സമനില വഴങ്ങിക്കൊണ്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ ബ്രസീലിനോട് 1-1 സമനിലയോടെയായിരുന്നു തുടക്കം. രണ്ടാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ 1-0 ജയം സ്വന്തമാക്കി. സ്കോട്ട്ലൻഡിനെ പോലെ ഒരു ടീമിനെ അവർ തോൽപ്പിക്കുമോ എന്നുള്ളത് തോൽപ്പിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു ചെയ്യണമെങ്കിൽ സ്കോട്ട്ലൻഡിനെതിരെ മൊറോക്കയാണ്. ശരിയാണ്, മൊറോക്കയ്ക്കാണ്. ഇതാണ് അവരുടെ 3 മത്സരങ്ങളിൽ 2 ജയമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സമനില, തോൽവി ഒന്നും നേരിട്ടില്ല. അതായത് ബ്രസീലിനെ പോലെ തന്നെ 7 പോയിന്റുമായി ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രസീൽ കടക്കുന്നത്. ഒരുപക്ഷെ ബ്രസീൽ ഇല്ലെങ്കിൽ 1 ഗോളോ 1-2 ഗോളോ അടിച്ചിരുന്നെങ്കിൽ ഗ്രൂപ്പിൽ ഒന്നാമതെത്തുമായിരുന്നു. അപ്പൊ ബ്രസീലിനെ സത്യത്തിൽ വലിയ രീതിയിൽ വിറപ്പിച്ചു. അന്ന് വിനീഷ്യസിന്റെ ഒറ്റയാൾ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ മൊറോക്കോയ്ക്ക് മുന്നിൽ നാണം കെട്ടുപോയായിരുന്നു ബ്രസീൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബ്രസീൽ ഒരുപാട് പാഠങ്ങൾ ആ ഒറ്റ മത്സരത്തിൽ മൊറോക്കോ പഠിപ്പിച്ചു. ഓക്കെ, അതിനുശേഷം ബ്രസീൽ തിരിച്ചു വന്നു കേട്ടോ. ബ്രസീൽ കഴിഞ്ഞ മത്സരത്തിലൊക്കെ അതിഗംഭീരമായ പ്രകടനമായിരുന്നു ജപ്പാനെതിരെ എന്ന് മറക്കുന്നില്ല. അപ്പോൾ അതായിരുന്നു അവരുടെ പ്രകടനം. രണ്ടാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ 1-0 ജയമായിരുന്നു. പിന്നീട് ഹെയ്ത്തിക്കെതിരെ ഒരു വമ്പൻ ജയത്തോടു കൂടിയാണ് അവർ ഗ്രൂപ്പ് റൗണ്ട് 4 ഗോൾ അടിച്ചത്. അത് ആദ്യം പിന്നിൽ നിന്ന് ശേഷമാണ് കംബാക്ക് കൂടിയുള്ള മത്സരം കൂടിയായിരുന്നു. അപ്പോൾ ഇനി അവരുടെ റൗണ്ട് ഓഫ് 32 പ്രകടനം എങ്ങനെയാണ് നോക്കാം. പക്ഷേ അന്ന് അതാണ് ഒരു വലിയ പ്രകടനം വന്നത്. അന്ന് നെതർലാൻഡ്സ്. അത് ഈ ലോകകപ്പിലെ പലരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ലോകകപ്പിലെ ചാമ്പ്യന്മാരാകും, അല്ലെങ്കിൽ കിരീടം നേടുമെന്ന് പലരും. ഡച്ച് മറ്റേ നമ്മുടെ ജർമ്മൻ യോക്കിംഗ് ക്ലെമന്റോ അയാളൊക്കെ തന്നെ പറഞ്ഞ ടീമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളതാണ്. മൂപ്പരെ ഏറി കയറി നെയ്മർ അടക്കം ഏറി കയറ്റി എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അതിൽ പെനാൽറ്റിയിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ലോകകപ്പിൽ 2 തവണയാണ് അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വന്നത്. യാസിൻ ബോനോ എന്ന ഗോൾ കീപ്പറുടെ മികവ് കണ്ട മത്സരം. ഇത്തവണ യാസിൻ ബോനോ തന്നെയാണ്. അത് യാസിൻ ബോണോയുടെ പ്രകടനം എടുത്ത് വേറൊരു കാര്യം പറയുന്നത് പ്രിയ വിഷയരെ. കാരണം എന്ന് വെച്ചാൽ യാസിൻ ബോണോ ആ ലാസ്റ്റ് കിക്ക് തട്ടി അകറ്റിയ കിക്ക് നോക്കാം. അദ്ദേഹത്തിന് കൃത്യമായ ആന്റിസിപ്പേഷൻ ആയിരുന്നു. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചാടുന്നില്ല, കൃത്യമായി ബോൾ വരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നന്നായി എങ്ങനെയാണ് ഗോൾ കിക്ക് തടുക്കുക എന്നത് കൃത്യമായി പഠിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ബോള് കൃത്യമായി നിന്നുകൊണ്ടാണ് അന്ന് യാസിൻ ബോണോ തട്ടിയത്. മൊറോക്കോ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഇതുപോലെ തന്നെ യാസിൻ ബോണോ പെനാൽറ്റി സേവ് ചെയ്തു. ആഫ്രിക്കൻ നേഷൻസ് കപ്പിലും സെയിം വലിയ അഡ്വാൻറ്റേജ് ആണ്. യാസിൻ ബോണോയുടെ പ്രകടനം തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ മത്സരത്തിലും വലിയ കാര്യമായി വരിക എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ മൊറോക്കോയിൽ നിന്ന് തന്നെ കാനഡയുടെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം, റൗണ്ട് ഓഫ് 32 പ്രകടനം എങ്ങനെയാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. അത് കാനഡയുടെ പ്രകടനം അവർ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ ബോസ്നിയോടൊരു 1-1 ഒരു സമനില ആ ഗ്രാഫിക്കൽ സ്ഥാനത്തിലേക്ക് നമുക്ക് പോകും. അതായത് 3 മത്സരത്തിൽ നിന്ന് അവർക്ക് 1 ജയം, 1 സമനില, 1 തോൽവി എന്നുള്ളതായിരുന്നു ആതിഥേയരായ കാനഡയുടെ അവരുടെ നാട്ടിൽ നടക്കുന്ന ലോകകപ്പ്. പ്രത്യേകിച്ച് പല ടീമുകളും അവരുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ആ ടൂർണമെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് പലപ്പോഴും സ്വന്തം കാണികൾക്ക് മുമ്പിൽ, സ്വന്തം നാട്ടുകാർക്ക് മുമ്പിൽ കളിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ഹോം അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അത് അവർ പുറത്ത് നൽകുന്ന സപ്പോർട്ട് അത് കളിക്കളത്തിൽ അത് കളിക്കാനും പ്രതിഫലിക്കും. അതാണ് കാനഡ കാര്യത്തിൽ കണ്ടത്. ഓക്കെ,
അപ്പോൾ അങ്ങനെയായിരുന്നു. അവരുടെ ആദ്യ മത്സരത്തിൽ ബോസ്നിയയുടെ സമനിലയായിരുന്നു. രണ്ടാം മത്സരത്തിൽ ഖത്തറിനെ 6-0 വലിയ വിജയം. ഒരു വലിയ 6-0 എന്ന് പറയുന്ന ഒരു ലോകകപ്പിൽ അവർ ഗംഭീര കളിയായിരുന്നു. അത് ഒരു ഹാട്രിക് ഒക്കെ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ മൂന്നാം മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനോട് തോൽക്കുകയാണ് ഉണ്ടായത്. സ്വിറ്റ്സർലാൻഡ് കയറി സമനിലയായി, തോൽവിയായി, ജയമായി, എല്ലാം കണ്ടവരാണ്. ഇനി റൗണ്ട് ഓഫ് 32 വന്നപ്പോൾ അവിടെ സത്യത്തിൽ അവർക്ക് ഒരു കോൾ അടിക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയെ പോലെ കമ്പാരിറ്റീവ്ലി ഒരു ടീമായിരുന്നു കിട്ടിയത്. അതിൽ 1-0 ജയത്തോടുകൂടി അങ്ങനെ കയറി വരുന്ന കാനഡയെ കണ്ടു. അപ്പോൾ ഇന്ന് ഈ രണ്ട് ടീമുകളും സ്വപ്നതുല്യമായ കുതിപ്പ് നടത്തുന്നവരാണ്. ആ സ്വപ്നത്തെ കൂടുതൽ പിന്തുടർന്ന് അല്ലെങ്കിൽ അതിജീവിക്കുന്ന ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നന്ദി അക്ഷയ്. അപ്പോൾ ഇന്നത്തെ ഒരു ഗംഭീര പോരാട്ടമാവട്ടെ ഇതും കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ അർജന്റീനയുടെ ഒക്കെ തന്നെ മത്സരം കണ്ട അതിന്റെ ഒരു വലിയ ഹാങ് ഓവർ മാറിയില്ല. അപ്പോ എന്തായാലും നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.